സൗദി അറേബ്യയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ശുപാർശ. ബക്കാലകളിൽ സിഗരറ്റ് വിൽപ്പന പാടില്ല എന്നാണ് നിർദ്ദേശം. സൗദി മുനിസിപ്പാലിറ്റി ആൻഡ് ഹൗസിംഗ് മന്ത്രാലയത്തിന്റേതാണ് ശുപാർശ. വാണിജ്യ സ്ഥാപനങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോക്താക്കൾ കാണാത്ത വിധത്തിൽ സൂക്ഷിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം രോഗബാധയ്ക്ക് കാരണമാകും എന്ന മുന്നറിയിപ്പും വാണിജ്യ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ പേരെയും ഞായറാഴ്ചയ്ക്ക് മുമ്പ് മോചിപ്പിക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ശുപാർശ ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി. ബന്ദികളുടെ കൈമാറ്റം ഇനിയൊരു അറിയിപ്പുണ്ടാക്കും വരെ ഇല്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. 2-3 പേരെ വീതം മോചിപ്പിക്കുന്നത് ഇനി നടക്കില്ല, എല്ലാവരെയും ഒന്നിച്ചു മോചിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. എന്നാൽ ട്രംപിന്റെ ഭീഷണി ഹമാസ് തള്ളുകയാണുണ്ടായത്. ചൂട് വർദ്ധിച്ചതോടെ കേരളത്തിൽ തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉച്ചവിശ്രമം പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്കൂർ സമയമാണ് വിശ്രമം നൽകേണ്ടത്. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കണമെന്നാണ് ലേബർ കമ്മീഷണറുടെ നിർദ്ദേശം. രാവിലെ 7-നും വൈകിട്ട് 7-നും ഇടയിൽ 8 മണിക്കൂറായി ജോലി സമയം ക്രമീകരിക്കണമെന്നാണ് ലേബർ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നു മുതൽ മെയ് 10 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിർണായക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്ക് ഫ്രാൻസിൽ തുടക്കമായി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം 100ഓളം രാജ്യങ്ങളുടെ നേതാക്കളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. AI രംഗത്തെ സാധ്യതകളും വെല്ലുവിളികളുമാണ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ ആളുകൾക്ക് സ്വതന്ത്രവും വിശ്വസനീയവും സുരക്ഷിതവുമായ രീതിയിൽ AI ഉപയോഗിക്കുന്നതിനുള്ള വഴി തുറക്കുന്നതും പരിസ്ഥിതി സൗഹൃദമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വികസിപ്പിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. അലൈൻ കമ്മ്യൂണിറ്റി സെന്ററിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുമെന്ന് ലുലു ഗ്രൂപ്പ് അറിയിച്ചു. 20,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കും. അലൈൻ കമ്മ്യൂണിറ്റി സെന്ററിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് ലുലു റീറ്റെയിലും അൽഫലാജ് ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ ധാരണയിലെത്തി. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ ലുലു റീറ്റെയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൈഫി രൂപവാലയും അൽഫലാജ് ഇൻവെസ്റ്റ്മെന്റ് മാനേജിംഗ് ഡയറക്ടർ ഹംദാൻ അൽ കബ്തിയും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ലഹരി ഉപയോഗ വ്യാപനത്തെപ്പറ്റി നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ പരസ്പര വിമർശനവുമായി ഭരണപക്ഷ MLA-മാർ. PC വിഷ്ണുനാഥ് MLA അവതരിപ്പിച്ച അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ ലഹരി വ്യാപനം തടയാനുള്ള ഉത്തരവാദിത്തം സമൂഹത്തിനാണെന്നും കുട്ടികൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ തന്റെ മകൻ അങ്ങനെ ചെയ്യില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നത് തെറ്റാണെന്നും മലമ്പുഴയിൽ നിന്നുമുള്ള ഭരണപക്ഷ MLA A പ്രഭാകരൻ പറഞ്ഞു. CPM MLA U പ്രതിഭയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ വിവാദത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പ്രഭാകരന്റെ പരാമർശം. പ്രതിഭയുടെ മകനെ കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ എക്സൈസ് പരിശോധനയിൽ പിടിച്ചിരുന്നു. മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും കേസ് അടിസ്ഥാനരഹിതമാണെന്നുമായിരുന്നു പ്രതിഭയുടെ പ്രതികരണം. ലോട്ടറിക്ക് സേവന നികുതി ചുമത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമേ ലോട്ടറി വിതരണക്കാരിൽ നിന്ന് നികുതി ഈടാക്കാൻ കഴിയൂവെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ അപ്പീൽ തള്ളിയാണ് കോടതിയുടെ നിർണായക വിധി. ലോട്ടറി നികുതി സംസ്ഥാന വിഷയമാണെന്നും ജസ്റ്റിസുമാരായ BV നാഗരത്ന, A കോടീശ്വരൻ സിംഗ് എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. NTV UAE to the world.